ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും സ്വാഗതം. അതാണ് മാഷാ അല്ലാഹ്. മുത്തേ തക്കട് എന്തൊക്കെ വിശേഷം? അനക്കൊരു കളിക്കൂട്ടുകാരി വരുന്നുണ്ടല്ലോ. ഒരു ഉണ്ണിവാവ വരുന്നുണ്ടല്ലോ. അപ്പോൾ മക്കളെ, ഒരു സന്തോഷ വാർത്തൻ്റെ. ഇവൾക്കൊരു ഉണ്ണിവാവ. അവരുടെ ഞങ്ങൾ ഉണ്ണിവാവല്ല കേട്ടോ അല്ലേ. ജിൽഷാദ്, നമ്മളെ ബെസ്റ്റ് ചങ്കായ ചോരായ ജിൽഷാദിൻ്റെ ഇൻഷാല്ലാ കുട്ടി ജിൽഷാദ് ഒരു ഉപ്പയായി അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞേ, സത്യം പറ, ഇന്നലെ ഒരു പെണ്ണ് വിളിച്ചിട്ടുണ്ടോ. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞു നൗഫലും ഇജും ജിൽഷാദൊക്കെയും പ്ലാന്റിനാണ് പെണ്ണിന് കുട്ടികളുണ്ടായിരുന്നത്. 3 കുട്ടികളല്ലേ. ആ, എൻ്റെ പിള്ളേരൊക്കെ പടച്ചോരെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമായി. പിന്നെ എന്താണ്, നമ്മൾ സർജറി ആയിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു. എന്നാലും അൽഹംദുലില്ലാ. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, ഹരീഷൻ്റെ അമ്മ പറഞ്ഞ വാക്കുണ്ട്. എന്തായാലും ആ കുട്ടിയും ജിൻസിയും പുറത്തേക്ക് വന്നാൽ അൽഹംദുലില്ലാ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം. രണ്ടാളും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അല്ലേ. കിട്ടിയത് ഒരു കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ. നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും ജിൽഷ വിളിച്ചൊക്കെ തന്നെ കണ്ടെങ്കിൽ പറഞ്ഞിട്ടാ പറഞ്ഞത്, സുഫാനെ കുട്ടി പ്രസവിച്ചാടാ പെൺകുട്ടിയാടാ, അത് ജിൻസ് പ്രസവിച്ചാടാ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത്. മാഷാ അല്ലാഹ് ഒരുപാട്. ഞാൻ എന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചാട്ടോ. ഇന്നിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ, ബാദുഷാനെ കാത്തിക്കാണ്. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാൻ. ഇന്നലെ പോകണമെന്ന് വിചാരിച്ചു. ഇന്നലെ പോയപ്പോൾ പിന്നെ കുറച്ച് ചൊറ പ്രശ്നത്തിൽ പെട്ടു. ഇന്നലെ വൈകിട്ട് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ, ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ തന്നത് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കാറ്. അപ്പോൾ എന്തായാലും അവിടെ പോകട്ടെ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇജ്ജ് പോകണില്ലേന്ന് അല്ലേ. കൊണ്ടുപോകണില്ല എന്നല്ല, എന്തായാലും ഞാൻ ഈ ഭാഗത്തും പോയോട്ടെ. സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇൻഷാല്ലാ നാളെ മറ്റേ പോവല്ലോ, എന്തായാലും നമുക്ക് പോകാൻ വിചാരിക്കാം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ജിൻഷാനെ ജിൻസിയെ കുട്ടിയൊക്കെ കണ്ടിട്ട് അവിടെ നിന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ. നമ്മളെ കുട്ടിനൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതാണ് അല്ലേ. അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യണ്ടേ. എനിക്കൊരു കളിക്കൂട്ടിയാരി വന്നു. ഒരു ബേബി കുട്ടി വരുന്നുണ്ട് കേട്ടോ. നോക്ക്, അനക്ക് ബേബി കുട്ടീനെ വേണ്ടേ? അനക്ക് ബേബി കുട്ടീനെ വേണോ വേണ്ടേ? വേണോ? ബേബി കുട്ടീനെ വേണോ? എമ്മി മോളെ, കുറെ ആൾക്കാരെ ചോദ്യമാണ് കുട്ടീനെ എന്താ വിളിക്കുക, കുട്ടീനെ എന്താ വിളിക്കുക. നമ്മൾ കുട്ടീനെ വിളിക്കുന്നത് എമ്മി മോളേന്ന്. എമ്മി മോളിൽ ചപ്പ് വിളിക്കട്ടോ കേട്ടോ. എമ്മി മോളെ, നാണം കെടുത്തല്ലടി. എമ്മി മോളെ, നാണം കെടുത്തല്ലേ. എമ്മിയെ എമ്മി ഇപ്പാൻ്റെ എമ്മി ജിപ്പാനോട്ടി മാരോട്ടിയാ ആണോ? റാഷിയ, ഇപ്പൊ എനക്കൊരു പെൺകുട്ടിയായി. അടുത്ത എനിക്ക് ഏത് കുട്ടിയുണ്ട്? പറ. ഇതിന് കുട്ടികൾ വേണ്ട. ഞങ്ങൾ എന്തായാലും 10 കുട്ടികളാക്കാരെ പ്ലാൻ കേട്ടോ. എന്തായാലും സത്യം ഫസ്റ്റ് അങ്കലവാടി പിന്നെ പൈസ കൊടുക്കണ്ട, ഫ്രീ അല്ലേ. ചെലവര് നോക്കല്ലോ. അത് നോക്കണം. ഓണിക്കണ്ട ആരാ നോക്കട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളില്ലേ. റഷേ ഒരു ഫോൺ പറഞ്ഞിട്ട് പോയതാട്ടോ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ബേബി കൂടി വരുന്നുണ്ട്, ഇർഷാദിന്റെ അല്ലേ. എന്തായാലും മാഷാ അല്ലാ. സത്യം പറഞ്ഞ കുട്ടിയെ ഫോട്ടോ ചോപ്പൊന്ന് ചോദിച്ചവരൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി പലരും കണ്ടിട്ട് ചോദിച്ചത് വിട്ടേറില്ല. ആർക്കും ശരിക്കും ചോദിച്ചാൽ വിട്ടുവരും. പക്ഷെ കൽപ്പിച്ചൊക്കെ നേരിട്ട് കാണുമ്പോൾ സന്തോഷം വേറെയാണ്. എന്തൊക്കെ അങ്ങനെ കണ്ടാൽ മതി വിചാരം. അതായത് തന്നെ ഇന്നത്തെ ഇവിടെ സ്റ്റുഡിയോയിൽ കുറെ ആൾക്കാർ, 4 ആൾക്കാർ പാടാൻ വരാം. അവരൊക്കെ ഇന്നലെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി. പക്ഷെ അല്ല, തലേദിവസമൊക്കെ ഞാൻ പറഞ്ഞത് ജിൻസിനോട്, ജിൻസ ടെൻഷൻ ആവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞ അടുത്തത് റാഷി പ്രസവിക്കുമ്പോ എന്തുണ്ടാവുന്ന അറിയില്ലല്ലോ. സ്വപ്നം കെട്ടി വേറെ കെട്ടി ഓളെ പ്രസവിക്കും, പ്രസവിക്കുന്ന അതാ പറഞ്ഞത്.
എടുക്ക് എന്തിനു പ്രസവിക്കോ? പിന്നെ ഒരു തള്ള കഴിച്ച പിന്നെ 5 പ്രസവിക്കണടി, 5-10 പ്രസവിക്കണം, മനസ്സിലായോ? അപ്പൊ ഇൻഷാല്ലാ ഒരു പെണ്ണാലോചന നടക്കണ്ട്. അപ്പൊ ആരെങ്കിലും മിങ്കിളാവാൻ താല്പര്യമില്ല കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. അനക്കെന്ത് സഫം പ്രശ്നമായി? അനക്കെന്തും പ്രശ്നം ഉണ്ടായത് നിക്കണ്? അതല്ല, അനക്കെന്താ പ്രശ്നം ഉണ്ടായത് നിക്കണ്? മുതലാളി കുട്ടിയെ മുതലാളി 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 അപ്പൊ എന്റെ മറ്റു ബാധിച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞപ്പോ അപ്പൊ വരും. എന്റെ പോലെ എന്തായാലും വെയിറ്റ് ചെയ്യാം, കുറച്ച് ടൈം പിടിക്കും. നമ്മൾ കണ്ടല്ലോ, നമ്മളെ കുട്ടിനെ കാണിക്കണം, കുട്ടിനെ ഇതാക്കണം. എന്റെ വീഡിയോസ് ഒക്കെ ഇൻഷാല്ലാ നമ്മൾ ഇടുന്നതാണ്. എന്തായാലും കുറച്ച് ഞങ്ങളൊന്ന് പോവും. അപ്പൊ പോയിട്ട് അവിടെ നിന്ന് കുട്ടിയുടെ വീഡിയോസും അതുണ്ടാവും. അത് ഇൻഷാല്ലാ ഞങ്ങൾ ഒന്നല്ലെങ്കിൽ നാളെ ഇന്ന് പോയിട്ട് അല്ലെങ്കിൽ ഇന്ന് യാത്ര തിരിച്ചു വരൂല്ലേ, നാളെ മറ്റന്നായിട്ട് ഇവിടെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ, ഇവിടെ കാണാൻ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും പോയേക്കണം. എന്തായാലും ഇൻഷാല്ലാ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ സ്റ്റുഡിയോത്തെ അത്ര ആൾക്കാർ പാട വരുമ്പോഴൊക്കെ ഒഴിവാക്കി വെച്ചിട്ടാട്ടോ നിൽക്കരുത്. ഇന്ന് പോകാൻ വേണ്ടിയിട്ട് അതിലാണ് ബാധിച്ച് വിളിച്ചിട്ട് അലാക്കിൻ്റെ ഉറക്കത്തിൽ വിട്ടത്. കള്ള പണികളാണെന്നല്ല പറഞ്ഞതാ, കേട്ടില്ല. അമ്മക്കൊരു വാക്കർ എന്താണ് വാക്കർ ഊഞ്ഞാൻ കുടിച്ചിട്ടല്ലേ? അതിപ്പല്ലേ അപ്പല്ലേ ഊഞ്ഞാലാണോ? വാക്കറാണോ? ആ ഷോപ്പിൽ വേണ്ട, വേറെ ഷോപ്പൊക്കെ പോവാം അല്ലേ? ഇന്നലെ പോണത് അതാണ്. ഇന്നെന്തായാലും പോവില്ലല്ലോ. ഇന്നടക്കൂല മാൻ. അപ്പൊ ഇൻഷാല്ലാ എന്തായാലും അവിടെ പോയക്കട്ടെ. ജിൻസിന്റെ കുട്ടീനെ കാണാൻ പൂതിട്ട്, ജിൽഷാന്റെ കുട്ടീനെ ജിൻസിന്റെ കുട്ടീനെ കാണാൻ പൂതിട്ട് നിൽക്കാൻ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ. പക്ഷെ എന്റെ മനസ്സിലവിടെ എൻ്റെ ഒരു കുട്ടിയുടെ മുഖം കണ്ടിട്ടോ, കുട്ടീനെ കണ്ടപ്പോ ഒരു മുഖം ഒക്കെ ഉണ്ട്. ഞാൻ മനസ്സിൽ കണ്ട കാര്യമാണ്. ഓക്കെ, ഞങ്ങൾ പെണ്ണുകാരോട് പറയാം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അവിടെ പോയേക്കല്ലേ? അപ്പൊ എന്തായാലും മക്കളെ പോയക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കടന്നേക്കും.